തവനൂർ MLA ആയ KT ജലീൽ ഏറെ നാളായി CPI-യുമായി പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. CPIM-ന്റെ പല നേതാക്കൾക്കെതിരെ ജലീൽ തുറന്ന പോരിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. പഴയ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചു പോകണമെന്ന് ജലീലിന് ഏറെ നാളായി ആഗ്രഹവുമുണ്ട്. എന്നാൽ അതിനൊരു കൃത്യമായ സമയം എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ മൂപ്പര് വളരെ കൺഫ്യൂഷനിലായിരുന്നു. ഏതായാലും വീണ്ടും ലീഗിലേക്ക് ചേരാൻ തന്നെ ജലീൽ തീരുമാനിച്ചിരിക്കുകയാണ്. തവനൂരിൽ ലീഗ് ജലീലിനായി സീറ്റ് മാറ്റിവെക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും LDF കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു തവണ കൂടി തവനൂരിൽ CPIM സ്വതന്ത്രനായി മത്സരിക്കാൻ പാർട്ടി അനുവദിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജലീൽ മറുകണ്ഠം ചാടാൻ ഒരുങ്ങി നിൽക്കുന്നത്. നമുക്കറിയാം PV അൻവറുമായി ഏറെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ജലീൽ കൃത്യമായി അൻവറിൻ്റെ വഴിയിലേക്ക് പോകാൻ ഒരുങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിരുന്നു. അൻവറും തൃണമൂൽ കോൺഗ്രസിലേക്ക് ജലീലിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം കൃത്യമായി പറഞ്ഞത് അൻവർ എന്തോ ചെയ്യട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചോളാം എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ അൻവറിൻ്റെ തീരുമാനത്തോടൊപ്പം യോജിക്കുന്നു എന്ന രീതിയിലേക്കാണ് ജലീൽ പല അഭിപ്രായങ്ങളും മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. പാണക്കാട് ചെന്ന് കൃത്യമായും സാദിഖ് അലി തങ്ങളെ കണ്ട് ലീഗിലേക്ക് ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് അണിയറയിലുള്ള സംസാരം. ഏതായാലും CPIM-നെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധത ഏറെ ശക്തമായി നേരിടുന്നതുകൊണ്ട് തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ തവണ തന്നെ ഫിറോസ് കുന്നംപറമ്പിലിനെതിരെ KT ജലീൽ വിജയിക്കുമെന്നാലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. എന്നിട്ടും 2000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അവസാന ലാപ്പിൽ ജയിച്ചു കയറുകയായിരുന്നു. 2006-ൽ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ 8000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ജലീൽ നിയമസഭാ അസംബ്ലിയിൽ ആദ്യമായി എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് തവനൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച LDF മന്ത്രിസഭയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മന്ത്രിയാവുകയും ചെയ്തു. നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിന് വേട്ടയാടുകയും ഒടുവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നു. ഏതായാലും ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അണിയറയിലുള്ള സംസാരങ്ങൾ വലിയ രീതിയിൽ UDF-ന്റെ കെട്ടുറപ്പിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ, അതോ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാകുമോ എന്നുള്ളത് ഒക്കെ ചർച്ചയാവുകയാണ്. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം എന്നത് സീറ്റ് തന്നെയാണ്. ഇനി ഒരിക്കൽ LDF അത്തരം ഒരു അവസരം നൽകില്ല എന്ന് വെട്ടിമുറിച്ച് പറഞ്ഞതോടെയാണ് ജലീൽ തൻ്റെ അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞത് BJP-യിൽ നിന്ന് വരെ UDF-ലേക്ക് ചേരുന്ന പലരുമുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ രാഷ്ട്രീയമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവനാണ് താൻ എന്ന രീതിയിലേക്കാണ് ജലീൽ ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം UDF-ന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ ജലീലിന് തിരികെ വരുന്നത് ഏറെ സന്തോഷമുളവാക്കുന്ന കാര്യം തന്നെയാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്.